ഒരു വാഹനം, പ്രത്യേകിച്ചും ഒരു ആഡംബര വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും. ദൂരെ നിന്ന് തന്നെ പ്രിയ വാഹനവും അവയുടെ ഫീച്ചേഴ്സും തിരിച്ചറിയാൻ സാധിക്കും ഈ വാഹന പ്രേമികൾക്ക്. വാഹനത്തിൻ്റെ ലോഗോസ്, ബോഡി ഗ്രാഫിക്സ്, ഓട്ടോമോട്ടീവ് ഡയൽസ്, ഓവർലേസ് എല്ലാം തന്നെ ഒരു റോബോട്ടിക് മോഡിൽ ഇവർ നമുക്ക് പറഞ്ഞു തരും. ഇത്തരം അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികളെ കുറിച്ച് കൂടി അറിയേണ്ടേ. ഡെക്കറേറ്റീവ് എസ്തെറ്റിക്സ് ഇൻഡസ്ട്രി എന്ന ഒറ്റ വാക്കിൽ ഈ മേഖലയെ പറയുന്നു. ഈ മേഖലയിൽ പ്രീമിയം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന 36% റിട്ടേൺ നൽകുമെന്ന് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനി. ജെസ്നി ഹാന ഫിലിപ്പ് തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. ഡെക്കറേറ്റീവ് എസ്തെറ്റിക്സ് ഇൻഡസ്ട്രിയിൽ ഏതാനും ചില മുൻനിര കമ്പനികളാണ് വിപണി ഭരിക്കുന്നത്. ഇന്ത്യയുടെ ഡെക്കറേറ്റീവ് മാർക്കറ്റിൽ കാര്യമായ മത്സരമില്ല എന്ന് കണക്കാക്കുന്നു. ഉയർന്ന മാർജിനിൽ എതിരാളികൾക്ക് ഒരുപടി മുന്നിൽ നിൽക്കുന്ന സ്മോൾ ക്യാപ് ഓഹരിയാണ് SGS എന്റർപ്രൈസസ്. അനന്തമായ ഭാവി സാധ്യതകൾ നിലനിൽക്കുന്ന ഒരുപക്ഷെ മൾട്ടി ബാഗറായി മാറാൻ സാധ്യതയുള്ള കമ്പനിയുടെ ബിസിനസ് മോഡൽ, പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ, സാമ്പത്തിക പ്രകടനം എന്നിവ വിലയിരുത്താം. ഡയൽഫസിയ ഡാഷ്ബോർഡ്, ഡയൽഫസിയ ക്ലൈമറ്റ് കൺട്രോൾ ഓവർലേകൾ, ഓട്ടോമോട്ടീവ് എക്സ്റ്റീരിയർ ഡെക്കലുകൾ, ഓവർലേകൾ, ലോഗോകൾ, ബാഡ്ജുകൾ, എംബ്ലങ്ങൾ എന്നിവയുടെ ലോകോത്തര നിർമ്മാതാക്കളാണ് SGS. ടാറ്റ, ഫോർഡ്, റോയൽ എൻഫീൽഡ്, സ്കോഡ, ഫോഴ്സ് മോട്ടോഴ്സ്, TVS, ഹോണ്ട തുടങ്ങിയ ഓട്ടോമോട്ടീവ് കമ്പനികൾ, സാംസങ്, വേൾപൂൾ, ഗോദ്രേജ്, പാനാസോണിക് തുടങ്ങിയ ഇലക്ട്രോണിക് കമ്പനികൾ എന്നിങ്ങനെ 35 രാജ്യങ്ങളിലായി 70-ലധികം ക്ലയന്റുകൾ കമ്പനിക്കുണ്ട്. ഒരു ഇരുചക്ര വാഹനത്തിന്റെ, ഉദാഹരണത്തിന് ബൈക്കിന് ഭംഗി നൽകുന്ന ഏതാനും ചില നിർമ്മാണങ്ങളുണ്ട്. ബോഡി ഗ്രാഫിക്സ്, അലൂമിനിയം ലോഗോസ്, ക്രോം പ്ലേറ്റഡ് പാർട്ടുകൾ, ലെൻസ് മാർക്ക് അസംബ്ലി എന്നിവയൊക്കെ ബൈക്കിനെ ആകർഷകമാക്കുന്ന ഘടകങ്ങളാണ്. ബേസിക് മാനുഫാക്ചറിംഗ് ഘടനയ്ക്കൊപ്പം ഇത്തരത്തിലുള്ളവയും വാഹനം വാങ്ങുന്നവർ പരിഗണനയിൽ മുൻപന്തിയിൽ ചേർക്കാറുണ്ട്. വാഹനങ്ങൾക്ക് ഒരു പ്രീമിയം ലുക്ക് നൽകുന്നത് ഇത്തരം കൂട്ടിച്ചേർക്കലുകളാണ്. ഇനി കാറുകളുടെ കാര്യമെടുക്കുകയാണെങ്കിലും എക്സ്റ്റീരിയർ ഘടകങ്ങളായ ബോഡി ഗ്രാഫിക്സ്, ടയറുകളുടെ ലോഗോ, ഡോറുകളുടെ എഡ്ജ് ഗാർഡ്, റൂഫ് ഗ്രാഫിക്സ്, അലുമിനിയം ബാഡ്ജുകൾ എന്നിവ വാഹനപ്രേമികൾ നിസ്സാരമായി എടുക്കുമോ? ഇനി കാറിനുള്ളിലേക്ക് നോക്കാം. ടച്ച് സ്ക്രീൻ, ഇല്യൂമിനേറ്റഡ് ലോഗോസ്, ഹൈലൈറ്റുകൾ, എംബ്ലങ്ങൾ, MID അല്ലെങ്കിൽ MIL ഒക്കെ ഇന്റീരിയറിന് ഭംഗി നൽകുന്നവയാണ്. ഇനി വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ടച്ച് സ്ക്രീൻ, ലോഗോസ് എന്നിവയും SGSന്റെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുന്നതാണ്. പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ പഠിക്കുമ്പോൾ പ്രീമിയം വിഭാഗത്തിലെ മുൻനിരക്കാരനാണ് കമ്പനി എന്ന് വ്യക്തമാവും. അത് തന്നെയാണ് കമ്പനിയുടെ ഹൈലൈറ്റും. കൂടാതെ കമ്പനിയുടെ കയറ്റുമതി വിഭാഗമാവട്ടെ ശക്തവും ഉയർന്ന മാർജിൻ നൽകുന്നതുമാണ്. ധാരാളം തൊഴിലാളികൾ വേണ്ടിവരുന്ന ലേബർ ഇൻസെന്റീവ് സെക്ടറാണ് ഡെക്കറേറ്റീവ് എസ്തെറ്റിക്സ് ഇൻഡസ്ട്രി. ഇന്ത്യയുടെ ജനസംഖ്യാപരമായ സവിശേഷതകൾ, തൊഴിലാളികളുടെ ലഭ്യതയുമൊക്കെയാണ് കമ്പനിക്ക് പ്ലസ് പോയിന്റുകളായിട്ടുള്ളത്. ഇനി മറ്റു കമ്പനികൾക്ക് പെട്ടെന്ന് പ്രവേശിക്കാനും മത്സരം വർദ്ധിപ്പിക്കാനും സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. പ്രവേശനത്തിനുള്ള തടസ്സങ്ങൾ ഇത്തരം മേഖലകളിൽ ഉയർന്നതാണ്. SGSന് സമാനമായ പ്രവർത്തനങ്ങളാണ് ക്ലാസിക് സ്ട്രൈപ്സ്, പോളിപ്ലാസ്റ്റിക്സ് ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികളുടേത്. എന്നിരുന്നാലും വൈവിധ്യമാർന്ന പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ SGSന്റെ ശക്തിയാണ്. മൂന്നാം പാദഫലങ്ങളിലെ 2 പ്രധാന ഘടകങ്ങൾ തുടർച്ചയായ പാദങ്ങളിൽ മാർജിൻ മെച്ചപ്പെട്ടതും ദീർഘകാല വളർച്ച സുസ്ഥിരമായി തുടരുന്നു എന്നതുമാണ്. മൂന്നാം പാദത്തിലെ നെറ്റ് സെയിൽസ് 51% വളർച്ചയോടെ വാർഷികാടിസ്ഥാനത്തിൽ 160.9 കോടി രൂപയായി രേഖപ്പെടുത്തി. കമ്പനിയുടെ ആഭ്യന്തര വിൽപ്പന വാർഷികാടിസ്ഥാനത്തിൽ 51.9% ഉയർന്നത്. പാസഞ്ചർ വെഹിക്കിൾ ബിസിനസ്സിലെ 54.4% വളർച്ചയാണ് ഇതിന് സഹായകമായിട്ടുള്ളത്. ഒപ്പം കൺസ്യൂമർ ബിസിനസ് 217.4% മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനിയുടെ കയറ്റുമതി വീണ്ടെടുപ്പിന്റെ പാതയിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. 39.7% വളർച്ച കയറ്റുമതി വിൽപ്പനയിൽ രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. EBITDA 45.2%വും നികുതിക്ക് ശേഷമുള്ള ലാഭം 32.7% ഉയർച്ചയും ഇതേ കാലയളവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20.9 കോടി രൂപയാണ് ലാഭം. നടപ്പു സാമ്പത്തിക വർഷത്തിൽ 30% ലാഭ വളർച്ച എന്ന് ഗൈഡൻസ് മാനേജ്മെന്റ് നിലനിർത്തിയിട്ടുണ്ട്. വരുമാനത്തിൽ 45% ഉയർച്ചയാണ് കമ്പനി നൽകുന്ന മാർഗനിർദ്ദേശം. 20%-ഓളം വരുമാന വളർച്ചയും ഓർഗാനിക് ആയിരിക്കുമെന്നും കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിലേക്ക് 1.5 മടങ്ങ് മുതൽ 2 മടങ്ങിന്റെ വരെ നേട്ടത്തോടെ വിപണി വളർച്ചയെയും മറികടന്ന് ഔട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നു. ക്രോസ് സെല്ലിംഗ് അവസരങ്ങൾ, വാൾട്ടർ പെക്ക് ഓട്ടോമോട്ടീവ്, എക്സോടെക് തുടങ്ങിയ അക്വിസിഷനുകൾ ഈ പ്രതീക്ഷയെ പിന്താങ്ങുന്നുണ്ട്. ബൈ റേറ്റിംഗ് നിർത്താൻ ബ്രോക്കറേജിന് കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, പ്രീമിയമൈസേഷന് ലഭിക്കുന്ന വിശാലമായ സ്വീകാര്യതയും ഓട്ടോമോട്ടീവ് മേഖലയിലെ വളർച്ചാ വേഗതയുമാണ്.
രണ്ടാമതായി IML, IMD, ഡിജിറ്റൽ ഡയൽസ്, ഒപ്റ്റിക്കൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കവർ ഗ്ലാസ് എന്നിങ്ങനെയുള്ള പുതിയ സാങ്കേതിക ഉൽപ്പന്നങ്ങളുടെ അവതരണം വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതാണ്. മൂന്നാമതായി നിലവിലുള്ള ക്ലയന്റുകളിൽ നിന്നും പുതിയ ബിസിനസ്സുകൾ നേടിക്കൊണ്ട് വാലറ്റ് വിഹിതം വർദ്ധിപ്പിക്കുന്നതാണ്. അവസാനമായി വാൾട്ടർ പാക്ക് ഓട്ടോമോട്ടീവ് ഏറ്റെടുക്കൽ ഉയർന്ന വിൽപ്പനയ്ക്കും ക്രോസ് സെല്ലിംഗ് അവസരങ്ങൾ കരസ്ഥമാക്കുന്നതിനും സഹായിക്കുമെന്ന കണക്കുകൂട്ടലുകളും വിദഗ്ധർക്കുണ്ട്. ഇത്തരം ഘടകങ്ങളെല്ലാം തന്നെ മൊത്തത്തിലുള്ള വരുമാനത്തിന്റെ കുതിപ്പിന് സഹായിക്കുമെന്നും ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട്. നിലവിലെ ഓഹരി വിലയിൽ നിന്നും 36% നേട്ടമാണ് SBI സെക്യൂരിറ്റീസ് പ്രതീക്ഷിക്കുന്നത്. ഓഹരി ഒന്നിന് 825 രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത്. റിസർച്ച് ഡെസ്ക്, മൈഫിൻ TV.